തലയിൽ ശിരോവസ്ത്രം ധരിച്ച് മതപരമായ വേഷത്തിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരും അധികാരികളും മുസ്ലിം വിദ്യാർത്ഥിനികളുടെ തട്ടം നീക്കം ചെയ്യാൻ നിർബന്ധിക്കുന്നത് മതേതര വിദ്യാഭ്യാസമല്ല, ശുദ്ധ ഏകാധിപത്യമാണെന്ന് ദളിത് ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ പറഞ്ഞു. കൊച്ചിയിലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ശിരോവസ്ത്രം വിലക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതികരണം. സമൂഹത്തിൽ നിലനിൽക്കുന്ന മുസ്ലിം വിരുദ്ധതയും ചില മതവിഭാഗങ്ങൾ തങ്ങളാണ് ശ്രേഷ്ഠർ എന്ന ബ്രാഹ്മണ്യ ചിന്താഗതി വെച്ച് പുലർത്തുന്നതുമാണ് ഈ ഇരട്ടത്താപ്പിന് കാരണമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിച്ചു. തങ്ങൾ നേരിടുന്ന വിവേചനം അതേപടി കേരളത്തിലെ മുസ്ലിങ്ങളോട് കാണിക്കാൻ ഇക്കൂട്ടർക്ക് മടിയില്ലാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശിരോവസ്ത്ര വിവാദങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയതല്ല. എന്നാൽ ഒരു വിഭാഗം മതചിഹ്നങ്ങളോട് കൂടിയ വസ്ത്രം ധരിച്ച് ഔദ്യോഗികമായി ജോലി ചെയ്യുകയും അതേസമയം മറ്റൊരു മതവിഭാഗത്തിലെ വിദ്യാർത്ഥിനിയുടെ മതപരമായ വസ്ത്രധാരണത്തെ എതിർക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യമാണ് ഡോക്ടർ ശ്യാംകുമാർ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഇതൊരു സ്ഥാപനപരമായ നിയമത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സാമൂഹികമായ ഒരു അധികാര സമവാക്യത്തിന്റെ പ്രശ്നമാണ്. അധ്യാപകരുടെ മതവേഷം അംഗീകരിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥിയുടെ മതചിഹ്നം നിഷേധിക്കപ്പെടുന്നത് എങ്ങനെയാണ് മതേതരമായി കണക്കാക്കാൻ കഴിയുക? ഈ ചോദ്യം ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.